ത്രീ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് രാവിലെ നേരത്തെ എണീറ്റ ദിവസമായിരുന്നു കേട്ടോ. കുറച്ച് നേരത്തെ എണീറ്റ് വരുന്നതിനേക്കാൾ കുറച്ച് നേരത്തെ കേട്ടോ. നേരത്തേക്ക് നേരം ഒന്നും വെളുത്തൊന്നുണ്ടായില്ല, അല്ലെങ്കിൽ ചിലപ്പം നേരം വെളുത്ത് വരുന്ന ദിവസങ്ങളായിരുന്നു കേട്ടോ. ഇന്ന് പക്ഷേ അത്ര വെളുത്തിട്ടില്ല, രാവിലെ ഇരുട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരം പിന്നെ രാവിലെ നേരത്തെ വേഗം ചോറിന് വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചു. തീ കത്തിപ്പിടിച്ച് കിട്ടാൻ കുറച്ച് പണിയുണ്ടായിരുന്നു കേട്ടോ. ആരും പിന്നെ ചോറിന് വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് പോയി അല്ലറ ചില്ലറ പണികളൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും ചോറിന് വെള്ളമൊക്കെ തിളച്ചു. അരിയൊക്കെ അടുപ്പത്തിട്ട് വേഗം വേകുന്ന അരിയാണ് കേട്ടോ. ഈ മാസം റേഷൻ അരി കിട്ടിയത് വേഗം വേകുന്നുണ്ട്. 2 തിള തിളച്ചാൽ മതി, ചോറാവും. പിന്നെ കട്ടൻ ചായയൊക്കെ തിളപ്പിച്ചു. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് എന്താണിത്? ചിപ്പിക്കൂണാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ശ്യാമാട്ടൻ ഇത് കൊണ്ടുവരുന്നത് ഇവിടെ. ഇതിൽ മുന്നേ വേറെ കൂണെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ചിപ്പിക്കൂണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ഐറ്റം കാണുന്നത്. റോസാപ്പൂ പോലെ ഉണ്ടായത്. ഞങ്ങൾ രാത്രി ഇത് കൊണ്ടുവന്നപ്പോൾ വിചാരിച്ചു ഇത് എന്തപ്പെടാ സംഭവം എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലൊക്കെ വായിച്ചു നോക്കുമ്പോൾ ചിപ്പിക്കൂണെന്നുണ്ട്. അതിൻ്റെ മുകളിൽ റേറ്റ് 120 രൂപയാണ് കേട്ടോ എഴുതിയിരിക്കുന്നുണ്ടത്. നമ്മളിവിടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ളവരാണ് ഇത് വിൽക്കുന്നതെന്ന് പറഞ്ഞത്. നമ്മൾ സ്ഥലം എടുത്തിട്ടില്ല, ആ ഭാഗത്തുള്ളവരാരോ ആണ് കേട്ടോ. അതിൻ്റെ അകത്ത് ആ സ്ഥലത്തിൻ്റെ പേരാണ് എഴുതിയേക്കുന്നത്. പിന്നെ ഇത് ക്ലീൻ ചെയ്യാനൊന്നും വലിയ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. നമുക്കതിന് പിച്ചിട്ട് വെള്ളത്തിലിട്ട് നന്നായി വാഷ് ചെയ്തെടുത്താൽ മതി. അതിൻ്റെ പുറത്ത് അങ്ങനെ ക്ലീൻ ചെയ്ത് കളയാനൊന്നുമില്ല. പിന്നെ അതിന് ഞാൻ വെക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചെറിയ ഉള്ളിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് ചെറുതായി അരിഞ്ഞിട്ട്. പിന്നെ ഒരു പച്ചമുളകും ലേശം മഞ്ഞപ്പൊടി ഉപ്പിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് അതിനൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ചെറുതായി ഒന്ന് വഴണ്ടി വന്നപ്പോൾ അതിനകത്തേക്ക് ലേശം വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ. അതും കൂടെ ഒന്ന് വഴണ്ടി വന്നപ്പോഴത്തേക്ക് ലേശം മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ അങ്ങോട്ട് കൊടുത്തു. ഞാൻ ഇതിൽ ഗരം മസാലയോ ചിക്കൻ മസാലയോ വേറെ ഫ്ലേവേഴ്സ് ഒന്നും ചേർക്കണില്ല. കാരണം നമുക്ക് ഈ കൂണിൻ്റെ അതേ രുചിയിലിനെ കിട്ടണം, അതുകൊണ്ടാണ് കേട്ടോ സാധാ രീതിയിൽ വെക്കുന്നത്. പിന്നെ ഇതൊക്കെ പൊടിയൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ കൂണൂടെ അതിലേക്ക് ഇട്ടെടുത്തു. കൂണ് കാണാൻ നല്ല രസമല്ലേ? നമ്മളെ ബംബ്ലൂസ് പോലെയോ നമ്മളൊരു പൂവുണ്ട് അത്തടാനൊക്കെ കടയിൽ നിന്ന് പൂക്കൾ മേടിക്കുമ്പോൾ ഇതുപോലത്തെ ഒരു പൂ കിട്ടാറുണ്ട് കേട്ടോ. അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇതുപോലത്തെ ഒരു പൂ കണ്ടിട്ടുണ്ട്. അതുപോലെ ഉണ്ട്, അത് തലയിലൊക്കെ വെക്കുന്നതാണ്. കല്യാണ പെണ്ണിൻ്റെ തലയിലൊക്കെ ഇതുപോലത്തെ ഒരു കളർ പൂവ് അതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കൂണിതാ കുറച്ച് വെള്ളം കൂടെ അതിൽ ഒഴിക്കണം കേട്ടോ. നമ്മളെ സാധാ കൂണ് പോലെയല്ല, ജലാംശം കുറവാണ്. അതിങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോഴത്തേക്കന്നല്ലേ നല്ല പേപ്പർ എന്താ പറയേണ്ട, ഒരു സ്പോഞ്ച് പോലെ ഇരിക്കണേ. ജലാംശം നമ്മളെ സാധാ കൂണിനേക്കാളും കുറവാണ്. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണ്ട വേവിക്കാൻ. ഞാൻ വെള്ളം ഒഴിക്കുന്ന വീഡിയോ അവിടെ മിസ്സായി പോയി കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കട്ടെ. ഇനി ചാറ് വേണമെന്ന് വെച്ചാൽ കുറച്ച് ചാറ് കൂട്ടി വയ്ക്കാം. നമുക്കിവിടെ ചാറ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു, അത് വേഗം പാകത്തിന്. പിന്നെ സിമ്മിലിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇന്ന് മത്തനാണ് കറി വെക്കണേ. ഈ മത്തനും ഇന്നൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇത് ശ്യാമേട്ടൻ പണിയെടുക്കുന്ന അവിടെ നിന്ന് കൊണ്ടുവന്ന മത്തനാണ്. ഈ മത്തന് ഒരു സാധാ നമ്മളെ മത്തങ്ങ പോലെയല്ലേ ഇരിക്കണേ, ഒരു നീണ്ടൊരു ബത്തക്കേൻ്റെ ഒക്കെ ഒരു ഷേപ്പ് പോലെ തോന്നുന്നത്. പിന്നെ നമ്മൾ സാധാ മത്തൻ ഒരു ഓറഞ്ച് യെല്ലോ ഷെയ്ഡല്ലേ വരും. ഇത് പ്യുവർ വൈറ്റ് ആണ് കേട്ടോ. ഈ മത്തൻ ടേസ്റ്റും വ്യത്യാസമുണ്ട്. നമ്മൾ സാധാ മത്തനെക്കാട്ടിലും ടേസ്റ്റും വ്യത്യാസമുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കൂണൊക്കെ ഇതാ നല്ല അടിപൊളിയായി വെന്ത് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്നതാണ്ട് ഈ പരുവത്തിലായി എടുത്തിട്ടുണ്ട്. നമ്മൾ ഉള്ളിയൊക്കെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കൂൺ അങ്ങനെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഇവിടെ ഇങ്ങനെ കഴിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം കേട്ടോ. പിന്നെ ഇതാ നമ്മൾ കൂൺ അവിടെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നേരത്തേക്ക് നമ്മൾ മത്തനൊന്ന് 2 വിസിലടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മത്തൻ വിസിലടിച്ചോണം നന്നായി ഉടഞ്ഞിടണം. ഇവിടെ മത്തൻ താളിക്കുമ്പോൾ മത്തൻ ഞാനൊരു കഷ്ണം മത്തനിൽ ഒരു ചെറിയ കഷ്ണം സവാളയും 2 പച്ചമുളകും കീറിയിട്ട് മഞ്ഞളും ഉപ്പും ഇട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ. വേറെ ഒന്നും അതിൽ ചേർക്കണില്ല. എന്നിട്ട് നമ്മൾ ചെറിയുള്ളി അരിഞ്ഞ് കടുകും പൊട്ടിച്ച് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് അങ്ങ് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ മത്തൻ കറി റെഡി കേട്ടോ. ഇവിടെ മത്തൻ താളിച്ചതും എല്ലാവരും ഫേവറേറ്റ് ആണ്. ഉണക്കമീൻ വറുത്തതും കൂടെ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട കേട്ടോ ആർക്കും. നമ്മളതാ താളിപ്പും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ മത്തൻ കറി റെഡി കേട്ടോ. നേരെ മത്തൻ കറിയും ചൂട് ചോറും പിന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ വോയിസ് ഇടുന്ന സമയത്ത് ഇവിടെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ചെറിയ തോതിൽ വൈകുന്നേരം ഒരു മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ രീതിയിലൊരു മഴയൊക്കെ പെയ്തു. അതുകൊണ്ട് ഞാൻ വാതിൽ തുറന്നിങ്ങനെ പുറത്തിരുന്ന് ഇങ്ങനെ വോയിസ് ഇടുമ്പല്ലേ നല്ല ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അകത്ത് അച്ഛനും മക്കൾ സിനിമ കാണാണ്. അന്നേരം ഞാൻ പുറത്ത് വന്നിരുന്നാണ് കേട്ടോ വോയിസ് ഇടുന്നത്. കറണ്ടാണ് ഈ പോകുക വരിക എന്ന് പറഞ്ഞ അവസ്ഥയാണ്. മഴ ഇങ്ങോട്ട് കണ്ടിട്ടില്ല. അതിന് മുന്നേ കറണ്ട് പോയി. ഇനിയിപ്പോൾ ഞാൻ വീഡിയോസ് ഇട്ടിട്ട് ഇന്ന് തന്നെ അപ്ലോഡായി കിട്ടിയാൽ ഭാഗ്യം എന്ന് പറയാം കേട്ടോ. അതിൻ്റെ അടുത്ത് കറണ്ട് പോയാൽ അതും പണിയാകും കേട്ടോ. പിന്നെ രാവിലെ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത്. അന്നേരം കൂണും ചപ്പാത്തിയും കൂടെ കഴിക്കാം എന്നുള്ള കണ്ടീഷനിൽ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത്. അന്നേരം കൂണും ചപ്പാത്തിയാണ്. ഞാൻ എന്ത് ചെയ്തെന്നറിയോ, പിന്നെ ചപ്പാത്തി കഴിച്ചിട്ടില്ല രാവിലെ. ഞാൻ എന്താക്കി, മത്തൻ കറി ഉള്ളതല്ലേ, അന്നേരം എന്താക്കി ലേശ് ചോറ് അങ്ങോട്ട് തിന്നു കേട്ടോ. നമ്മൾ പാവക്ക വറുത്തത് ഇരിപ്പുണ്ടായിരുന്നു, അതും കൂട്ടി ഞാൻ ചോറ് കഴിച്ചു കേട്ടോ. രാവിലെ ചപ്പാത്തി ഞാൻ കഴിച്ചില്ല കേട്ടോ. എന്താണെന്നറിയില്ല, മത്തൻ കറി കണ്ടപ്പോൾ ചോറ് കഴിക്കാനൊരു പൂതി, അങ്ങനെ ചോറങ്ങ് കഴിച്ചു. പിന്നെ ഇതാ പൊന്നൂന് സ്കൂളിൽ പോകണ്ട, ചക്കരയ്ക്ക് മാത്രമേ പോകണ്ടൂ. അതിന് ചക്കര ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ട്. ഞങ്ങൾ മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കണം കേട്ടോ. അതെന്ന് വെച്ചാൽ ഞാൻ ചപ്പാത്തി ഇടുമ്പോഴത്തേക്ക് നീ വേഗം കഴിച്ചു, എന്നിട്ട് നമുക്ക് മുടിയൊക്കെ കെട്ടാന്ന് പറഞ്ഞിട്ട് അവൾ ചപ്പാത്തി കഴിക്കാൻ പോയി കേട്ടോ. അവരെ കുഞ്ഞാപ്പൂ കുട്ടി വന്നിട്ടുണ്ട്. കുറച്ച് നേരം ആയിട്ട് ആൾ ഉറങ്ങി എണീറ്റിട്ട് പിന്നെ കുറച്ച് നേരം എടുക്കുമെന്നൊക്കെ പറഞ്ഞ് വന്നപ്പോൾ കുറച്ച് നേരം എടുത്തിങ്ങനെ ഓരോ വർത്തമാനങ്ങളൊക്കെ ആളോട് പറഞ്ഞ് ആളെ ഒന്ന് സോപ്പാക്കിയതാണ് കേട്ടോ.
പിന്നെ അടുക്കള പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞതിന് ശേഷം പാത്രങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് ഒന്ന് തേച്ച് കഴുകി എടുക്കുകയാണേ. പിന്നെ അടിക്കലും തുടയ്ക്കലും പൊന്നൂസുള്ള ദിവസങ്ങളിൽ അവൾ ചെയ്തോളും. അതൊന്ന് ഞാൻ അടിച്ചു വാരി ഇട്ട് കൊടുക്കും ചില സമയം. ചിലപ്പം അടിച്ചു വാരലും അവൾ തന്നെ ചെയ്യും. ചിലപ്പോൾ ഞാൻ എല്ലാം ഒന്ന് തട്ടിക്കുടഞ്ഞ് പാത്രങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് മൊത്തത്തിലൊന്ന് അടിച്ചു വാരി ഇട്ട് കൊടുക്കും. ആൾ തുടയ്ക്കും. ആ പാടെ ആൾ ചെയ്യുന്ന ഒരു കാര്യം ഇതാണ് കേട്ടോ. എക്സാം ആണെങ്കിലും പകൽ ആൾക്ക് ഇരുന്ന് പഠിക്കാൻ ഭയങ്കര മടിയാണ്. മെയിനായിട്ടുള്ള കാര്യം തന്നെ കുഞ്ഞാപ്പുക്കുട്ടി സമ്മതിക്കില്ല കേട്ടോ. അവരെവിടെയെങ്കിലും പഠിക്കാനിരുന്ന് അവൾ വല്ലാതെ കച്ചറ എടുക്കും. അവൾ അങ്ങനെ പകലിരുന്ന് പഠിക്കൽ കുറവാണ്. പിന്നെ ഉച്ചയ്ക്ക് ശേഷമൊക്കെ ഇരുന്നിട്ടാണ് കേട്ടോ കുറച്ച് നേരം പഠിക്കൽ. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കലാപരിപാടികൾ. ഇത് പൊന്നൂസിന് അടുത്ത ശനിയാഴ്ചയും കണ്ട ക്ലാസ് കേട്ടോ. ഞാനിതാ പാത്രമൊക്കെ കഴുകി എടുക്കുന്നുണ്ട്. ഇവിടുത്തെ പാത്രം കഴുകൽ എന്ന് പറഞ്ഞാൽ എന്നും ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് എന്നും ഈ പണി നമ്മൾ ചെയ്യുന്നത്. എന്നും ഇങ്ങനെ തന്നെ വീഡിയോസ് ഇട്ടിട്ട് നിങ്ങൾക്ക് ബോറടിക്കേണ്ടെന്ന് വിചാരിച്ചാണ്. ഇപ്പോൾ ചില ദിവസങ്ങൾ എനിക്ക് തന്നെ അങ്ങോട്ട് വീഡിയോ എടുക്കാനൊരു മടിയായിട്ടാണ് കേട്ടോ വീഡിയോസ് എടുക്കാത്ത. എന്നും ഈ പരിപാടി തന്നെ കാണുമ്പോൾ നിങ്ങൾക്കൊരു ബോറടി തോന്നൂലേന്ന് എനിക്ക് മനസ്സിൽ തോന്നുവാണ് കേട്ടോ. അതുകൊണ്ടാണ് രാവിലെ തൊട്ടേ ഒരു മഴ മൂടലുണ്ട്. പിന്നെ തലേ ദിവസം അലക്കിയിട്ട തുണികളാണ് കേട്ടോ ഈ എടുക്കുന്നത്. ഇന്ന് മക്കളെല്ലാം വീഡിയോസ് എടുത്തിരുന്നത് മൊത്തം സ്റ്റാൻഡ് വെച്ചുള്ള വീഡിയോസാണ്. അതുകൊണ്ടാണ് ഇടയ്ക്കൊരു മങ്ങലും തെളിച്ചൊക്കെ വരുന്നുണ്ട്. വീഡിയോസിനൊരു മങ്ങലുണ്ട്. അതെനിക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഒരു മങ്ങലുണ്ട് എന്നുള്ളത്. മക്കൾക്ക് രാവിലെ തന്നെ ഓരോരോ പരിപാടിയായിട്ട് അവരങ്ങനെ പോയി. എന്നിട്ട് എനിക്ക് ദേഷ്യം പിടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ആരും വീഡിയോസ് എടുക്കണ്ട, ഞാൻ തന്നെ അങ്ങ് വീഡിയോസ് എടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഞാൻ തന്നെയാണ് വീഡിയോസ് എടുത്തത്. അതുകൊണ്ടാണ് ഈ മങ്ങലൊക്കെ ഇരിക്കുന്നത്. പിന്നെ അലക്കാനുള്ള പോകുമ്പോൾ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. കുട്ടീസുകളോട് തെറ്റിയിരിക്കില്ല. അതുകൊണ്ടാണ് അതുകൊണ്ട് ഞാൻ തന്നെയാണ് വീഡിയോസ് എടുക്കുന്നത്. അന്നേരം പിന്നെ തലേത്ത് അലക്കിയിട്ട് തുണികളൊക്കെ ഉണങ്ങി. പിന്നെ രാവിലെ എൻ്റെത് കുഞ്ഞാപ്പൂഞ്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അലക്കാൻ. അത് ഞാൻ രാവിലെ അലക്കിയിട്ട് കേട്ടോ. അന്നേരം നല്ല ചൂടായതുകൊണ്ട് വേഗം ഉണങ്ങി കിട്ടുന്നുണ്ട്. പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നല്ല കാറ്റാണ് കേട്ടോ. അന്നേരം കാറ്റും ചൂടും കൂടി ആകുമ്പോൾ തുണികൾ വേഗം ഉണങ്ങി കിട്ടും. പിന്നെ ഞാൻ എടുക്കുന്നത് വൈകുന്നേരത്തെ വീഡിയോ ആണ്. കാരണം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇവിടെ നല്ല മഴയും കാറ്റൊക്കെ വന്നു. അന്നേരം ഞങ്ങൾ ചോദിച്ചു ചീര പറിക്കാൻ ഏകദേശം ചിലതിലൊക്കെ പൂവിട്ട് തുടങ്ങിയായിരുന്നു. അന്നേരം ഞാൻ ചോദിച്ചു മഴയൊക്കെ പെയ്യാൻ പോവുകയാണെങ്കിൽ ആ ചീരയങ്ങ് പറിച്ചോണ്ടെന്ന് അങ്ങ് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വൈകുന്നേരം പെട്ടെന്ന് തോന്നിയതാണ്. അതായത് പിന്നെ ഞങ്ങൾ നേരെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചായ കുടിയും കുളിയൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞേരം നേരെ ഞങ്ങൾ ചീര പറിക്കാൻ പോയി കേട്ടോ. ഞാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ മഴ ചാറുന്നുണ്ട് വെച്ചാലും കുഞ്ഞാപ്പു എൻ്റെ പുറകെ വരണം പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ പൊന്നൂസ് പിന്നെ അങ്ങോട്ട് പോകുന്നു. കുഞ്ഞാപ്പു കുട്ടിക്ക് ചീര പിടിക്കണം, ചീര പറിക്കണം. ആൾക്ക് ഭയങ്കര പരാതികളാണ് കേട്ടോ. പിന്നെ ആൾക്ക് കുറച്ച് പിടിക്കാനൊക്കെ കൊടുത്തു. അതിനെ കുറച്ച് മണ്ണിലിട്ടു. അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി ആൾ പിന്നെ ആ ജഗപൊകയായിരുന്നു. പിന്നെ നമ്മളെ പയറിലൊക്കെ പൂവിട്ട് തുടങ്ങി. നമ്മൾ കാബേജും കോളിഫ്ലവറൊക്കെ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാബേജൊക്കെ ഒന്ന് ഉള്ളിൽ ഇങ്ങനെ ഒരു കൂടി തുടങ്ങിയിട്ടുണ്ട്. അധികം വലിയ വലിപ്പമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് വളമോ കാര്യങ്ങളോ ഒന്നും ഇടാതെ ഉണ്ടാവണതല്ലേ. അന്നേരം അതിനൊരു പ്രത്യേക രുചി ഉണ്ടാവും. അത് അങ്ങനെ തന്നെയാണ്. നമുക്കറിയാലോ, നമ്മൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് നിന്ന് പറിച്ച് കഴിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത സന്തോഷമാണ് കേട്ടോ. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമ്മളെ മുറ്റത്ത് സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് ചെയ്യാത്തത്. ഇവിടെ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം. പക്ഷേ ഇങ്ങനെയൊക്കെ പറിക്കാനും ഉണ്ടാക്കാനൊക്കെ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് വയലിലൊക്കെ ഇങ്ങനെ കൃഷി ചെയ്യുന്നേക്കാണ് എന്തൊരു ഇഷ്ടമാണെന്ന് അറിയാം. എനിക്ക് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിലുള്ള വെള്ളം കണ്ടില്ല ചക്കര പറഞ്ഞാൽ നമ്മ ഒന്ന് കുലുക്കന്മാർ ഞാനൊന്നതിനെ കുലുക്കിയെടുത്താണ് കേട്ടോ. നമ്മളിപ്പോൾ ഇന്ന് പച്ചക്കറി ഇന്ന് നനച്ചിട്ടില്ല, മഴ പെയ്യുണ്ടല്ലോ, അന്നേരം നനയ്ക്കേണ്ട വിചാരിച്ച് ഇന്ന് നനച്ചിട്ടില്ല കേട്ടോ. പിന്നെ വഴുതനങ്ങയൊക്കെ ഇത് ഏകദേശം ആയി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഉള്ളിലൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു ശിഖരങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ തക്കാളി ഇല്ലേ ആകെ ചീഞ്ഞ് പോകുക കേട്ടോ. 2-3 തക്കാളി ചെടി ഉണങ്ങിപ്പോയി. തക്കാളികളൊക്കെ ഇനി ചൂടുകൊണ്ടാണോ എന്തുകൊണ്ടാണെന്നൊന്നും അറിയില്ല. 2-3 തക്കാളിയൊക്കെ ഇങ്ങനെ താനേ ചീഞ്ഞ് പോവുക കേട്ടോ. കായ ഇത്തിരി ആകുമ്പോഴത്തേക്കും കുറച്ചൊന്ന് വലിപ്പം ആകുമ്പോഴത്തേക്കും കായ തന്നെ ചീഞ്ഞ് പോവുക. ചെടീൻ്റെ മുകളിൽ നിന്നിട്ട് അതൊക്കെ കാണാൻ ഭയങ്കര സങ്കടം വരുന്നുണ്ട് കേട്ടോ. കുറേ കായ ഉണ്ടായിരുന്നു, കുറേ ചീഞ്ഞ് പോയി കേട്ടോ. പിന്നെ അപ്പം അപ്പുറത്ത് അമ്മ വെള്ളം മുക്കിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. മഴ വരുന്നാണ്ടപ്പോൾ വേഗം വെള്ളമെല്ലാം മുക്കിക്കൊണ്ടേ നിറയ്ക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതാ പുഴയിൽ നിന്ന് തന്നെ ചീരയൊക്കെ ഒന്ന് നന്നായി കഴുകിയെടുത്ത് നേരെ വീട്ടിലേക്ക് പോവുകയാണേ. അന്നേരത്തേക്ക് 5 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ ആകാശമൊക്കെ ഇരുണ്ട് മൂടി വന്നിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങോട്ടായിരുന്നു കേട്ടോ മഴ കുറവ്. തലപ്പുഴ അങ്ങോട്ട് പേരിയ ഭാഗത്തേക്കൊക്കെ നല്ല അടിപൊളി മഴ പെയ്തായിരുന്നു ചാമട്ട പണി കഴിഞ്ഞ് വരുമ്പോൾ. പിന്നെ കുറച്ച് ചീര ഇത് അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കാൻ വേണ്ടി ഇവർ പോവുകയാണ് കേട്ടോ. പോകുന്ന പോക്ക് ഷോർട്ട് വീഡിയോ പോലെ എടുത്തതുകൊണ്ട് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല. കുറച്ച് ചീര അമ്മയ്ക്കും കൊണ്ടു കൊടുത്തു കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് പറിച്ച ചീരയല്ലേ, അന്നേരം അമ്മയ്ക്കും കുറച്ച് കൊണ്ടു കൊടുത്തു. ദൈവമേ, ഇവിടെ എനിക്ക് ഞാൻ തരാം. ഒരാൾ അവിടെ കുരുത്തക്കേട് ഒപ്പിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് നന്നായിട്ട് ഒരുവിധം നല്ല രീതിയിലുള്ള മഴ പെയ്തു. അങ്ങനെ ഒത്തിരി വലിയ മഴയല്ല, നല്ലൊരു കുഞ്ഞു മഴ പെയ്തു കേട്ടോ. അതിൻ്റേതായ തണുപ്പും കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ഇത് ഞങ്ങൾ കോലായി തന്നെ ഇരുന്ന് നമ്മളെ ചീരയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. കുഞ്ഞാപ്പൂക്കുട്ടി ഓരോ കഥകൾ അതിൻ്റെ ഇടയിൽ കൂടെ പറയുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ പറിച്ച ചീരയാണ്, അത് അമ്മ പറിച്ച ചീരയാണ്, ഇതെന്നെ പോലെയാണ്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ചക്കര അതിൻ്റെ ഇടയിൽ കൂടെ എടുത്ത് വെച്ചാണ് കേട്ടോ. അന്നേരം അവൾ എടുത്ത് ഇങ്ങനെ വെക്കുന്ന വീഡിയോസ് ഞാൻ എഡിറ്റ് ചെയ്താൽ ആൾക്ക് വിഷമവും. അതുകൊണ്ട് ഞാൻ പിന്നെ എഡിറ്റ് ചെയ്യാൻ പോയിട്ടില്ല. ഇത് നമ്മളെ മുള്ളൻ ചീരയാണ് കേട്ടോ. അന്നേരം അവൾ ഓരോ കളറുള്ള ചീരയൊക്കെ എടുത്തിട്ട് ഇലയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്.
അന്നേരത്തേക്ക് എൻ്റെ കൊച്ചിന് പിന്നെ ചീര അരിയണം പൊന്നോ പറയണ്ട. അതിൻ്റെ അടുത്ത് കൊതുക് തിന്നിട്ട് അതാണ് ഒരു വൈബ്രേഷൻ കളിക്കുന്നത്. ആൾക്ക് ചീര അരിയണം. അന്നേരം ഇതൊരു മൂർച്ചയില്ലാത്ത കത്തിയാണ് കേട്ടോ. അത് അവളെ കത്തിയാണ്, അതിന് മൂർച്ചയില്ല. അതിന് നമ്മൾ ഈ ആക്ഷൻ ബ്ലേഡിൻ്റെ പോലത്തെ നമ്മളെ ഗ്യാസിൻ്റെ ഇത് സിലിണ്ടറിൻ്റെ ഈ വയർ പൈപ്പില്ലേ അത് മാറ്റിയപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയ കത്തിയാണ് കേട്ടോ. അതായത് അത് മുറിക്കുന്ന കത്തിയാണത്. പക്ഷെ നമുക്ക് കറിക്കൊന്നും മുറിച്ച് അതുകൊണ്ട് അങ്ങനെ മുറിയത്തില്ല. ഒരാൾ അതുകൊണ്ട് ഇങ്ങനെ മുറിക്കലൊക്കെ വന്നു. അന്നേരം അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ കൈ ചൊറിയുന്നുണ്ട് എന്ന് മറ്റു കൈ കഴുകാൻ പോയതാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു ഇനി മുറിക്കണ്ട, ചൊറിയും എന്നൊക്കെ പറഞ്ഞിട്ട് ആളെ പേടിപ്പിച്ച് അവിടെ ഇരുത്തിയേക്കാണ്. കാരണം ഇനി മുറിക്കുന്നില്ല, ഇനി എൻ്റെ കൈയൊക്കെ ഞാൻ കഴുകി വന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്നോട്. പിന്നെ ഞാൻ അവിടെയൊക്കെ പിന്നെ സൈലൻറ്റ് ഇട്ടത്. ആളുടെ വർത്താനങ്ങൾ ചില സമയത്ത് ഓവർ വർത്താനങ്ങളായിരിക്കും, അതുകൊണ്ട് സൈലൻറ്റ് ഇട്ടതാണ് കേട്ടോ. പിന്നെ ചീരയൊക്കെ ഞാൻ അരിഞ്ഞ് പുറത്തുനിന്ന് തന്നെ എടുത്ത് പോവുകയാണെ. കാരണം നല്ല തണുപ്പുണ്ട് കേട്ടോ അവിടെ ഇരിക്കുമ്പോൾ. നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇരിക്കും, കാരണം എന്നും ചൂടല്ലേ. പിന്നെ നമ്മൾ വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയുള്ളിയും കൂടെ ഞാൻ ചതച്ചെടുത്ത് കടുക് പൊട്ടിച്ച് അതിൻ്റെ അകത്തേക്ക് ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ചീരയും കൂടെ ഉപ്പ് തിരുമ്മി വെച്ചതാണ് കേട്ടോ, അതും കൂടെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്ത് വേഗം വെകുന്നുണ്ട് കേട്ടോ. ചീര നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, വേഗം വെന്ത് കിട്ടി. എന്നിട്ട് ഞാൻ അതിൻ്റെ അകത്തേക്ക് കുറച്ച് തേങ്ങയും കൂടെ ചിരകിയിട്ട് നല്ല അടിപൊളി ചീരപ്പേരിയും വെച്ചു. ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.